കൗണ്ടർ ഡ്രഗ്സ് എടുക്കുന്ന ഹാബിറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ അതും നിർത്തണം. ബാലൻസ് ഡയറ്റ് നിങ്ങളുടെ ഹോർമോൺസിനെ ബാലൻസ് ആക്കി വെക്കും, നിങ്ങളുടെ യൂട്രസിനെ നോർമൽ ആക്കി വെക്കും, നിങ്ങളുടെ വെയിറ്റ് നോർമൽ ആക്കി വെക്കും. ഒരു പ്രോപ്പർ ഈറ്റിംഗ് പ്ലാൻ ഫോളോ ചെയ്യുന്നത് നിങ്ങളുടെ ഇംപ്ലാന്റേഷൻ റേറ്റ് ബെറ്റർ ആക്കും. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ മെയിൻ ടോപ്പിക്കാണ് ഇംപ്ലാന്റേഷൻ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട്, പ്രഗ്നൻസിയുടെ ചാൻസ് കൂട്ടാൻ വേണ്ടിയിട്ട്. അത് നോർമലി പ്രഗ്നൻ്റ് ആകാൻ ശ്രമിക്കുന്നവരാണ് എങ്കിലും IVF ചെയ്യുന്നവരാണ് എങ്കിലും എന്ത് ഡയറ്റാണ് ഫോളോ ചെയ്യേണ്ടത്. ഡയറ്റ് ഒരു മേജർ റോളും ക്രൂഷ്യൽ ആയിട്ടുള്ള റോളും തന്നെയാണ് ഇംപ്ലാന്റേഷന് വേണ്ടിയിട്ട് പ്ലേ ചെയ്യുന്നത്. നിങ്ങളൊരു പ്രോപ്പർ ഈറ്റിംഗ് ഹാബിറ്റ് ഫോളോ ചെയ്യുവാണെങ്കിൽ ഒരു 90% നിങ്ങളുടെ എഗ് ക്വാളിറ്റി ആണെങ്കിലും സ്പേം ഹെൽത്ത് ആണെങ്കിലും ഇംപ്ലാന്റേഷൻ റേറ്റ് ആണെങ്കിലും ഒക്കെ ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കും. അപ്പോൾ വേഗം നമുക്ക് ഒട്ടും തന്നെ ഡിലേ ഇല്ലാതെ വീഡിയോയിലോട്ട് പോകാം. ബാലൻസ് ഡയറ്റ് നിങ്ങളുടെ ഹോർമോൺസിനെ ബാലൻസ് ആക്കി വയ്ക്കും, അതുപോലെ തന്നെ നിങ്ങളുടെ വെയിറ്റ് നോർമൽ ആക്കി വയ്ക്കും. അപ്പോൾ IVFൻ്റെ സക്സസ് ആയാലും നോർമലി പ്രഗ്നൻസിയുടെ ചാൻസ് ആയാലും ഇൻക്രീസ് ആകും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഡയറ്റിനെ ഒരു ഹെൽത്തി റൂട്ടീനിലോട്ട് കൺവേർട്ട് ചെയ്യണം. നിങ്ങളുടെ ഡയറ്റിൽ ഫ്രഷ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഇൻക്ലൂഡ് ചെയ്യുക. ഫ്രഷ് ആയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രോട്ടീൻ ഇൻടേക്ക് കൂട്ടുക. നിങ്ങൾ നോൺ വെജിറ്റേറിയൻ ആണെങ്കിൽ എഗ് ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ലീൻ മീറ്റ് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക. ഫിഷ് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഇനിയും നിങ്ങൾ വെജിറ്റേറിയൻ ആണെങ്കിൽ പനീർ നിങ്ങൾക്ക് ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ടോഫു നിങ്ങൾക്ക് ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. എല്ലാതരം പൾസസും ധൈര്യമായിട്ട് തന്നെ നിങ്ങൾക്ക് ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. പ്രോട്ടീൻ ഇൻടേക്ക് കൂടുതലാക്കുന്നത് മൂലം ഇംപ്ലാന്റേഷൻ റേറ്റും കൂടുതലാകും. ഇനിയും മൈക്രോ ന്യൂട്രീഷൻസും ഇംപ്ലാന്റേഷന് ഒരുപാട് ഹെൽപ്ഫുൾ ആണ്. അതിനായിട്ട് സീഡ്സും നട്ട്സും എല്ലാം ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. സീഡ്സ് നിങ്ങൾക്ക് സോക്ക് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇതിൽ മാഗ്നീഷ്യവും സിങ്കും അടങ്ങിയിട്ടുണ്ട്. അത് നിങ്ങളുടെ ഹോർമോണൽ ബാലൻസിന് ഒരുപാട് ഹെൽപ്ഫുൾ ആണ്. ഒരുപാട് പേര് പറയുന്നത് കേട്ടിട്ടുണ്ട്, ഫാറ്റ് നിങ്ങളുടെ ഡയറ്റിൽ നിന്ന് പൂർണ്ണമായിട്ട് നിങ്ങൾ ഒഴിവാക്കേണ്ടതാണ്, ഫാറ്റ് ഒരിക്കലും നമ്മുടെ ഹെൽത്തിന് നല്ലതല്ല എന്ന്. പക്ഷേ അങ്ങനെയല്ല, ഫാറ്റ്സിനെ ഒരിക്കലും നിങ്ങൾ നെഗ്ലക്റ്റ് ചെയ്യരുത്. ഹെൽത്തി ഫാറ്റ്സ് ഇംപ്ലാന്റേഷന് അത്യാവശ്യമാണ്. നമ്മൾ ഏത് തരം ഫാറ്റ്സ് ആണ് തിരഞ്ഞെടുക്കുന്നത് അതാണ് ഇമ്പോർട്ടൻറ്റ്. ട്രാൻസ് ഫാറ്റ് അവോയ്ഡ് ചെയ്യുക. അവോക്കാഡോ, ഒലീവ് ഓയിൽ, ഒലീവ്, റൈസ് ബ്രാൻ, മസ്റ്റാർഡ് ഓയിൽ, ഇതിൽ എല്ലാം ഹെൽത്തി ഫാറ്റ്സ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ അവൈലബിലിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. നിങ്ങൾ ബാലൻസ് ഡയറ്റ് ഫോളോ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഹെൽത്തും അതുപോലെ തന്നെ ഫെർട്ടിലിറ്റി ഹെൽത്തും ബെറ്റർ ആക്കും. അപ്പോൾ ഇംപ്ലാന്റേഷൻ ചാൻസ് കൂടും. ഇനി നിങ്ങൾ എന്തൊക്കെയാണ് അവോയ്ഡ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. പ്രോസസ്ഡ് ഫുഡ്, ജങ്ക് ഫുഡ്, ഇതെല്ലാം നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ടതാണ്. ഹസ്ബൻഡ്സ് ആണെങ്കിൽ പോലും ആൽക്കഹോൾ അവോയ്ഡ് ചെയ്യുക. കാഫിനേറ്റഡ് പ്രൊഡക്ട്സ് ഒരുപാട് എടുക്കുന്നുണ്ട് എങ്കിൽ അത് അവോയ്ഡ് ചെയ്യുക. ലിമിറ്റഡ് എമൗണ്ടിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്, ഒരു 200 ml വരെയൊക്കെ. നിങ്ങൾക്ക് ഓവർ ദ കൗണ്ടർ മെഡിസിൻസ് എടുക്കുന്ന ഹാബിറ്റ് ഉണ്ടെങ്കിൽ അത് എന്തായാലും അവോയ്ഡ് ചെയ്യുക. പിന്നെ മെയിനായിട്ട് ഹൈഡ്രേഷൻ പ്രോപ്പർ ആയിരിക്കണം. 8 തൊട്ട് 10 ഗ്ലാസ് വെള്ളം വരെയെങ്കിലും നിങ്ങൾ എന്തായാലും കുടിച്ചിരിക്കണം. അതുമൂലം നിങ്ങളുടെ ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആകും. കോൾഡ് ഡ്രിങ്ക്സ്, ഹൈ ഷുഗർ ഡ്രിങ്ക്സ്, ഇതെല്ലാം തന്നെ നിങ്ങൾ ഡയറ്റിൽ നിന്ന് പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യേണ്ടതാണ്. ഓവുലേഷന് ശേഷവും IVFൽ എംബ്രിയോ ട്രാൻസ്ഫറിന് ശേഷവും എന്ത് ഡയറ്റ് ഫോളോ ചെയ്താലാണ്, അതുപോലെ എന്തൊക്കെ ചെയ്താലാണ് ഇംപ്ലാന്റേഷൻ കറക്റ്റായിട്ട് സേഫായിട്ട് നടക്കുക. ഏറ്റവും ആദ്യത്തെ പോയിന്റാണ്, ഒരുപാട് അമിതമായി ചൂടുള്ള ഐറ്റംസ് ഡയറ്റിൽ ഉൾപ്പെടുത്തരുത്. സ്പെഷ്യലി ഒരുപാട് സ്പൈസസ് ഉള്ള ഫുഡ് അമിതമായിട്ട് ചൂടാക്കി കഴിക്കരുത്. യൂട്രസിലുള്ള ക്രാംസ് കൂട്ടുന്ന തരത്തിലെ വെജിറ്റബിൾസ്, അതായത് ബ്രിഞ്ചൽ, ഡ്രം സ്റ്റിക്സ് പോലത്തെ അവോയ്ഡ് ചെയ്യുക. ഹെവി എക്സസൈസസ്, അതായത് ജമ്പിങ്, ഹൈ ഇൻറ്റൻസിറ്റി എക്സസൈസസ് ഒക്കെ അവോയ്ഡ് ചെയ്യുക. സിട്രസ് ഫ്രൂട്ട്സിൻ്റെ ജ്യൂസ് ഒരു ഗ്ലാസ് എന്തായാലും കുടിക്കുക. മൊസംബി ജ്യൂസോ ഓറഞ്ച് ജ്യൂസോ നാരങ്ങ വെള്ളമോ എന്തെങ്കിലും ഉറപ്പായിട്ടും കുടിക്കുക. അയൺ അബ്സോർപ്ഷൻ കറക്റ്റ് ആകും. പിന്നെ പോമിഗ്രാനൈറ്റ്, ബീട്രൂട്ട്, ടൊമാറ്റോ, ഇതിൽ എന്തെങ്കിലും ഉറപ്പായിട്ടും ഡയറ്റിൽ ഉൾപ്പെടുത്തുക. ഇംപ്ലാന്റേഷന് 90% ചാൻസ് ഇൻക്രീസ് ആകും. സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോ.